ജഫ്രൂലിയര് പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിന്ന് എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്തു പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രസവത്തിനിടയിൽ മരിച്ച യുവതി അസ്മ എന്ന് പറയുന്ന യുവതി, അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്തായാലും ഇന്നലെ ഈ പറഞ്ഞ മരിച്ച അസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. അമിത രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ്, ഓവർ ബ്ലീഡിംഗ് കാരണമാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. നമുക്കറിയാം പ്രസവത്തിന്റെ സമയത്ത് അസ്മയ്ക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ ഹസ്ബൻഡ് ആയിട്ടുള്ള സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറയുന്ന ആള് അസ്മയെ അവിടെ തന്നെ കിടത്തി. 3 മണിക്കൂറോളം അങ്ങനെ തന്നെ കിടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അസ്മയെ മരവിച്ച അവസ്ഥയിലാണ് കണ്ടത്. അപ്പോഴാണ് അസ്മ മരിച്ചു എന്ന് മനസ്സിലായത്. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്തായാലേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അസ്മ ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ. എന്തായാലും സിറാജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അസ്മയുടെ മരണത്തെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ ഈ പുള്ളിക്കാരന് പെരുമാറിയിട്ടുണ്ട്. ആ നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന വീഡിയോ എന്തായാലും നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. പലരും അത് കണ്ടു കാണും. എന്തായാലും അതിനെല്ലാം ഒടുവിൽ നല്ല രീതിയിൽ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്താണ് ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഭാര്യയോട് ചെയ്ത ക്രൂരത കൂടാഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി സിറാജ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഓൾറെഡി അസ്മ മരിച്ചു, ആ സമയത്ത് ചോരക്കുഞ്ഞ് സൈഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ മലപ്പുറത്തെ താമസ സ്ഥലത്തേക്ക് ആംബുലൻസിനെ വിളിച്ചു വരുത്തി അസ്മയുടെ നാടായിട്ടുള്ള പെരുമ്പാവൂരിലേക്ക് അസ്മയെ കൊണ്ടുപോകുമ്പോൾ തന്റെ ചോരക്കുഞ്ഞിന് വേണ്ട പ്രാഥമിക ചികിത്സകളൊന്നും നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ആംബുലൻസിലേക്ക് കയറി. അവസാനം പെരുമ്പാവൂരിൽ എത്തിയതിനു ശേഷമാണ് അസ്മയുടെ ബന്ധുക്കള് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നത്. എന്തായാലും ഇതുവരെ കുഞ്ഞിന്റെ കാര്യം ഓക്കെയാണ്. ഇതും കൂടെ ചേർത്തൊരു കേസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുഞ്ഞിന് പ്രാഥമിക ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, വകുപ്പുകളൊക്കെ ഒന്ന് കടുക്കട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ജുമാ മസ്ജിദിൽ അസ്മയെ മറവ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഷ്ടമാണല്ലേ, വെറും 35 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ അസ്മ 6ഓളം കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഈ 35 വയസ്സിനുള്ളിൽ ഇത്രയും അധികം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്, സമ്മതിക്കണം കേട്ടോ. ഇപ്പൊ ഓരോരുത്തർ വരും, പണ്ടൊക്കെ 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിൽ ഒരു 10 പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞു. എന്ത് പറയാനാണ്. എന്തായാലും ഈ അസ്മയുടെ ഭർത്താവായ സിറാജുദ്ദീൻ ലത്തീഫിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കാര്യം അറിയാമല്ലോ. മടവൂർ കാഫില എന്നാണ്ടാണ് അതിന്റെ പേര്. ഒരുപാട് ദുരാചാരങ്ങൾ അതിലൂടെ അയാൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വിഷയം വീണ്ടും എടുത്ത് സംസാരിക്കാൻ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തായാലും ഈ സിറാജുദ്ദീനെ പോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ ഉള്ള പ്രസവം അലർജി ആയിട്ടുള്ള, അതായത് വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ഉസ്താദുമാര് ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത്തരത്തിലുള്ള 2-3 കാര്യങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ 6 പ്രസവങ്ങൾ, അയാളുടെ ഭാര്യ പ്രസവിച്ച 6 പ്രസവവും വീട്ടിൽ വെച്ചായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന് പിന്നാലെ അയാൾ പറഞ്ഞത് വേറെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. പ്രസവമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ബേജാറായി നടക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പ്രസവമല്ലേ, നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇങ്ങനെയൊക്കെ ഇത് തന്നെയാണ് പണിയെന്നാണ്. പെണ്ണുങ്ങളെ കൊണ്ട് 5ഉം 6ഉം ഒക്കെ പ്രസവിപ്പിക്കലായിരിക്കും ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. അല്ല, ഇതെന്താ പ്രസവിക്കൽ മിഷ്യനോ? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. അല്ല, അങ്ങനെ കാണുന്നവരാണ് ഈ സ്വന്തം ഭാര്യ ഗർഭിണിയാവുമ്പോഴത്തേക്ക് ഒരു കൺസേണും ഇല്ലാത്തത്. അല്ല, എന്താ ഇതിനൊക്കെ ഞാൻ പറയാ, ബാക്കി കൂടെ കണ്ടുനോക്കാം. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവിടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറഞ്ഞു, മോൾക്ക് ഗർഭാണ്, വല്ല ചെയ്ത്താൻ കൂടിയാ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാരും മെഡിക്കൽ കോളേജിൽ പിന്നെ പോലെ. ഇങ്ങനെ പറയുന്ന കേട്ടാ, പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്ന കേട്ടാ ഓർക്കും ഈ നാട്ടിലെ എല്ലാ പ്രസവങ്ങളും പ്രൈവറ്റുകാർ കൈവിട്ടിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഓരോ കേസുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെ, എല്ലാം ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. വളരെ കോംപ്ലിക്കേഷൻ ആയ കേസുകളിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അതിനെയാണ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞ വേറൊരു കാര്യം, ഡോക്ടർമാരെല്ലാരും കൂടി പ്രസവത്തിനെ ഒരു രോഗമാക്കി മാറ്റിയെന്ന്. ശരിയാണ്, പ്രസവം ഒരു രോഗമല്ല. ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ രോഗാവസ്ഥയ്ക്ക് തുല്യമായ എല്ലാ കാര്യങ്ങളും അവൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബിപിയിലും ഷുഗറിലും തൈറോയ്ഡ് ഗ്രന്ഥിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ കളിക്കും. അതൊക്കെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഒരു പെണ്ണിന് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കുറയും.
സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഗർഭാവസ്ഥയിൽ ഒരു പെണ്ണിന് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാനുള്ള പ്രതിവിധി എന്താണ്? കൃത്യമായി ചെക്കപ്പ് നടത്തി രോഗങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് റെഗുലറായി ചെക്കപ്പ് നടത്താൻ പറയുന്നത്. അതല്ലാതെ ഡോക്ടർമാർക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലും അറിയാതെയാണ് ഡോക്ടർമാർ ഗർഭത്തെ ഒരു രോഗമാക്കി കണക്കാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ കുറെ എണ്ണം കമന്റ് ബോക്സിൽ വരും, പണ്ടത്തെ ആൾക്കാർ 10ഉം 15ഉം ഒക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലല്ലോ, ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമായി മാറുന്നത് എന്നൊക്കെ. ഇതേ ആൾക്കാരോട് തിരിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പണ്ടത്തെ ആൾക്കാരൊക്കെ 10ഉം 15ഉം ഒക്കെ പ്രസവിക്കുന്നുണ്ട്, ശരിയാണ്. അതിൽ എത്ര ആളുകൾ പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ. വെറും പകുതി ആൾക്കാർ മാത്രമാണ് നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് പറയുന്നത്, ഒരു അസുഖവും ഇല്ലാണ്ടൊക്കെ. ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് മരിക്കും, അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് മരിക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ടെക്നോളജി ഒരുപാട് വികസിച്ചു. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 99% കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. പ്രസവിക്കുന്ന സമയത്ത് എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ടാണ് പ്രസവിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി പ്രസവിക്കണമെന്ന് പറയുന്നത്. ആരോടാ പറയാ? എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീട്ടിലെ പ്രസവത്തെ ന്യായീകരിക്കാൻ വേണ്ടി വരും കുറെ പേര്. അവരോട് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ബാക്കിയൂടെ കേൾക്കാം. ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റില്ല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസിന്റെ ചിഗൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അഞ്ചനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് എല്ലാവരും പെണ്ണുങ്ങൾ 10ഉം 12ഉം 15ഉം ഒക്കെ പ്രസവം ഒക്കെ വീട്ടുന്ന പ്രസവം. ഓഹോ, എന്തോ വലിയ അഭിമാനത്തോടെയാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ ഭാര്യമാര് 10ഉം 15ഉം ഒക്കെയാണ് പ്രസവിക്കുന്നത്, എല്ലാം വീട്ടിൽ നിന്നാണ് പ്രസവിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഉസ്താദിനോട് തിരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പ്രസവിച്ച 10ഉം 15ഉം ആളുകളിൽ എത്ര പേര് ഇപ്പൊ ജീവനോടെ ഇരിപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്? ആ കണക്കുകൾ കൂടി നിങ്ങളൊന്ന് അവതരിപ്പിക്കണം. അല്ല, ഒരു കാര്യം പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറയണമല്ലോ. നിങ്ങളത് പറയില്ല. കാരണം അത് പറയുവാണെങ്കിൽ ഈ പ്രസംഗം കേട്ടിരിക്കാൻ വരുന്നവര് നിങ്ങളെ കല്ലെടുത്തെറിയും. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ആ ഭാഗം മാത്രം നിങ്ങൾ മറച്ചു വെക്കുന്നത്. എന്റെ ഭാര്യ 5 6 ഒക്കെ പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞ് ഇത്ര അഭിമാനത്തോടെ പറയുന്നത്. എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാട് എന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവെടുത്തിട്ടങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ, ബദർബൈത്ത് ചൊല്ലോ. ബദർബൈത്ത് ചൊല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചൊല്ലും, മഞ്ഞക്കുളം മാല ചൊല്ലോ, മൊഹീദ്ദീൻ മാല ചൊല്ലും, റിഫാഇ മാല ചൊല്ലോ. ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. അത്രേ വേണ്ടുള്ളൂ കേട്ടോ, അല്ലാതെ കട്ടും കിട്ടുമൊന്നും വേണ്ട. അപ്പൊ ഇനി ഭാര്യമാരൊക്കെ പ്രസവിക്കാനുണ്ടെങ്കിൽ അവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇദ്ദേഹം പറയുന്ന മാതിരി ചെയ്താൽ മതി. പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് വന്നിരുന്ന് മൗലൂദ് കിതാബ് എടുത്ത് മൗലൂദ് അങ്ങ് ചൊല്ലിയാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ഇതിനൊക്കെ ഞാൻ പറയാന്നാ ഞാൻ ആലോചിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ പ്രസവിക്കാൻ നേരത്ത്, പണ്ടത്തെ ആണുങ്ങൾ ഇതുപോലെ പ്രസവിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. കാരണം പണ്ട് ഹോസ്പിറ്റലുകൾ പരിമിതമായിരുന്നു, ചികിത്സകൾ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് പ്രസവിക്കാൻ നേരത്ത് അവളെയും എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? വീട്ടിൽ വെച്ചാണെങ്കിലും എങ്ങനെയെങ്കിലും പ്രസവം നടത്തുക, കൂടാതെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് പറ്റാവുന്ന ദിക്റും കാര്യങ്ങളും ഒക്കെ ചൊല്ലി അവർ പ്രാർത്ഥിക്കും. അത്രേ ഉള്ളൂ. ഇതാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തോണ്ടിരുന്നത്. ഇതിനെയാണ് പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്താ പറയാ. കഴിഞ്ഞില്ല, ഇനി മറ്റൊരു ഉസ്താദിന്റെ പ്രസംഗം കൂടി കാണാം. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരിൽ എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൾ വെച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2 3 4, നായ 3-ാം മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഇത്രയും ആധികാരികമായിട്ട് ഒരു പൊട്ടത്തരം വെച്ച് പറയുന്ന ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ആന പ്രസവിച്ചതും ആട് പ്രസവിച്ചതും പൂച്ച പ്രസവിച്ചതും ഒക്കെ മനുഷ്യൻ പ്രസവിക്കുന്നതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നു? ഈ ആടിനും പൂച്ചയ്ക്കും ആനയ്ക്കും ഒക്കെ അത് പ്രസവിക്കുന്ന സമയത്ത് ആ മൃഗങ്ങളുടെ എല്ലാം ശരീരത്തിൽ ചില രോഗപ്രതിരോധ ശേഷികളൊക്കെ ആ ഒരു സമയത്തുണ്ടാവും. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നും വേണ്ട, ഈ മൃഗങ്ങൾ ജീവിക്കുന്ന പോലെയാണോ മനുഷ്യൻ ജീവിക്കുന്നത്? ആന പ്രസവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ആന എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവും. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യന്റെ കുഞ്ഞ് അങ്ങനെയാണോ? അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുവാണെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. എന്നിട്ടാണ് പ്രസവം വരുമ്പോൾ മാത്രം മൃഗങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. എത്ര വലിയ വിഡിത്തമാണെന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. മനുഷ്യന് ഗർഭാവസ്ഥയിൽ വരുന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറയും, ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും. പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലാത്തത്.
അങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മൃഗങ്ങൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? എന്ത് അസുഖം വന്നാലും നാച്ചുറലി അത് തീർന്നു പോകാറാണ് പതിവ്. അസുഖമൊക്കെ ആണെങ്കിലും അത് മാറി പൂച്ചക്കുഞ്ഞിനാണെങ്കിലും പൂച്ചയ്ക്കാണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പെറ്റ്സിന്റെ കാര്യം പറയുന്നത് വീട്ടിൽ വളർത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലാതെ വീട്ടിൽ വളർത്താത്ത ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ അത് മാറുകയാണ് ചെയ്യുന്നത്. അതിന് രോഗപ്രതിരോധ ശേഷിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യരും വാങ്ങണം. ഒരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. എന്തേ? അതിന് പറ്റുമോ? അങ്ങോട്ട് പറയുന്നേ, ബാക്കി കൂടെ കേൾക്കാം. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഇത്ര നല്ലൊരു ബിസിനസ് സാറില്ല. ഞങ്ങളെ കിട്ടൂല. ജഫ്രൂലിയർ പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് വെക്ക്. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ സമ്മതം വേണം. അത് സുബിനൂപികാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ഭ്രോണം കീട് വരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? സ്കാനിങ് നടത്തിയ കുഞ്ഞിന്റെ ശരീരത്തിന് കേടുവരുമെന്ന്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തൊക്കെ തരം പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെയാണിത്. അതിന്റെ ധൈര്യം കൊണ്ടാണ് ഈ വിളിച്ചു പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഏത് കുഞ്ഞിന്റെ ഭ്രൂണത്തിനാണ് കേടുവന്നിട്ടുള്ളത് അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തരുമോ? ഈ അൾട്രാസൗണ്ട് രശ്മികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ഒരു കുഴപ്പവും വരാത്ത ഒരു സംഭവമാണ്. അത് വെച്ചിട്ടാണ് സ്കാനിങ് നടത്തുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ പോലുള്ള കുറച്ചു പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗർഭിണിയായിട്ടുള്ള എല്ലാവരും ഈ സ്കാനിങ് ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കുഞ്ഞിനൊക്കെ മോശം വരേണ്ടതല്ലേ? വെറുതെ അങ്ങോട്ട് തട്ടി വിടുവാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആളുകൾ. എന്നാലും കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. ഇവിടെ നമ്മളൊരു സിറാജുദ്ദീൻ ലത്തീഫിനെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇത്തരക്കാരൊക്കെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഓരോ കേസുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലൊക്കെയുള്ള പ്രസംഗം നടത്തുന്നതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇത്തരം തെറ്റായ ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം. എന്നാൽ മാത്രമേ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. ഇല്ല എങ്കിൽ അസ്മയെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ഭാവിയിൽ നമ്മൾ കാണേണ്ടി വരും. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.